ഹലോ, എൻ്റെ ലൈഫിലൊരു ദിവസം എങ്ങനെയാണ് സ്പെൻഡായി പോകുന്നതെന്നാണ് ഇതിൽ ഞാൻ കാണിക്കുന്നത്. ആദ്യം തന്നെ എഴുന്നേറ്റ് ബെഡൊക്കെ വിരിക്കാമെന്ന് കരുതി അങ്ങനെ ബെഡൊക്കെ വിരിച്ച് വെച്ചു. ഡെയിലി ചെയ്യാറുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണിക്കണ പോലെ ദിവസവും ഇങ്ങനെ വൃത്തിക്കൊന്നും ചെയ്യാറില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ഇയർ മുതൽക്ക് കുറേ വ്ളോഗൊക്കെ ചെയ്യുമെങ്കിലും ഒന്നും ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. അങ്ങനെ അവസാനമാണ് ഇതിലേക്ക് ഞാൻ എത്തിച്ചെന്നിരിക്കുന്നത്. നാളെടുക്കാം, ഒരു വ്ളോഗ് എടുക്കാം, അങ്ങനെ ഒരുപാട് നാളെന്ന് പോലും പറയാൻ പറ്റില്ല, മാസങ്ങളും വർഷങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അവസാനം ഈ വീഡിയോ ജനിച്ചു. ഞാൻ ആദ്യം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം തന്നെ ബാത്റൂമിൽ പോകും, പല്ല് തേക്കും. പിന്നെ എൻ്റെ കലാകായ പരിപാടികൾ, അതിന് നല്ല സമയം വേണം കേട്ടോ എനിക്ക്. ഞാൻ എഴുന്നേക്കുന്ന സമയത്തൊക്കെ എൻ്റെ റൂംമേറ്റ്സ് ഉറക്കമായിരിക്കും. ഒരു കണക്കിന് അത് നല്ലതാണ്, നമുക്ക് ഹറിബറിയായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ട, സമയമെടുത്ത് സാവധാനം ചെയ്താൽ മതി. പിന്നെ കോളേജിൽ പോകാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. സ്ക്രബ് ഇട്ടു, മുടിയൊക്കെ ചീമി, പിന്നെ കുറച്ച് സെറമൊക്കെ ഇട്ട് ബേസിക് ഹെയർ കെയർ ആൻഡ് സ്കിൻ കെയർ റൊട്ടീനാണ് ചെയ്യാറ്. ഞാൻ കൂടുതലും പോണിറ്റെയിലാണ് കെട്ടാറ്. എന്നിട്ട് അത് പുട്ടപ്പാക്കാൻ അത് കുറച്ചുകൂടെ സിമ്പിളായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പോണിറ്റെയിൽ ഡെയിലി ചൂസ് ചെയ്തത്. പിന്നെ ഒരു മോയ്സ്ചറൈസറും പിന്നെ ഒരു ലിപ് ബാമും ഒക്കെ യൂസ് ചെയ്താണ് ബേസിക് ആയിട്ടുള്ളൊരു സ്കിൻ കെയർ ചെയ്യുന്നത്. ഞാൻ ഒരു തേർഡ് ഇയർ ഡെൻ്റൽ സ്റ്റുഡൻ്റാണ്. ഞാനിവിടെ കാലിക്കറ്റുള്ള ശ്രീ ആഞ്ജനേയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെൻ്റൽ സയൻസിലാണ് പഠിക്കുന്നത്. എൻ്റെ നേറ്റീവ് പ്ലേസ് എറണാകുളമാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു പക്കാ കൊച്ചിക്കാരി. അങ്ങനെ അവിടെ നിന്നാണ് ഈ കോഴിക്കോടിൻ്റെ മണ്ണിൽ കാല് കുത്തിയത്. പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയെന്ന് വിചാരിച്ചോ? അല്ല കേട്ടോ, ഞാൻ കമ്മൽ കാണിച്ചതാണ്. എനിക്ക് ഭയങ്കര ചെറിയ കമ്മലുകൾ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ അതാണ് കൂടുതലും യൂസ് ചെയ്യാറ്. എനിക്ക് കമ്മലിൻ്റെ കുറേ കളക്ഷൻ തന്നെയുണ്ട്, കുഞ്ഞു കമ്മൽ. അങ്ങനെ റെഡി ആയിക്കഴിഞ്ഞ് അടുത്തത് മെസ്സിൽ പോകാനുള്ള പാത്രമൊക്കെ കഴുകി വെക്കണം. അതാണ് അടുത്ത പരിപാടി. പിന്നെ കോളേജിൽ പോകുമ്പോൾ എപ്പോഴും മറക്കുന്ന കാര്യമാണ് ID കാർഡ് ആൻഡ് നെയിം ടാഗ്. ഈ രണ്ടും ഞാൻ എന്നും മറക്കും. ഞാൻ ഡെയിലി ഇടാറില്ലെങ്കിലും വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതേ ഉള്ളൂ. പിന്നെ എൻ്റെ ഫേവറേറ്റ് അത്തർ ബ്ലാക്ക് ഒപ്പിയം, അത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ വാനിലയുടെ പ്ലം ബോഡി മിസ്റ്റ് ഫേവറേറ്റ്. പിന്നെ മെസ്സിലൊക്കെ പോകാനായിട്ട് പാത്രമൊക്കെ കഴുകി സെറ്റായി മെസ്സിലേക്ക് നടന്നു. ഇന്ന് മക്രോണിയാണോ ഉപ്പുമാവാണോ എന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു. അങ്ങനെ ഞാൻ നേരെ മെസ്സിലേക്ക് നടന്നു. അവിടെ കുറേ പട്ടിക്കുട്ടികളുണ്ടാവും കേട്ടോ. വിചാരിച്ച പോലെ തന്നെ മക്രോണി ആയിരുന്നു. പിന്നെ നേരെ കോളേജിലേക്ക് നടന്നു ഭക്ഷണം കഴിച്ചതിന് ശേഷം. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു രാവിലെ. നല്ല തെളിച്ചമുള്ള ആകാശമായിരുന്നു. ഞങ്ങൾ ഒരു 10 മിനിറ്റ് നടത്തം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. കഥയൊക്കെ പറഞ്ഞ് നടന്നു വരുമ്പോഴത്തേന് ആ ഒരു ടൈമാവും. ലാസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെത്തി. ആദ്യം ഞങ്ങൾക്ക് പോസ്റ്റിംഗ് ആണ്. പോസ്റ്റിങ്ങിൽ ഞങ്ങൾക്ക് മുന്നേയുള്ള അസൈൻമെൻറ്റ്സ്, ഇമ്പോസിഷൻസ് എല്ലാം ഞങ്ങൾ ആ ടൈമിലിരുന്ന് എഴുതും. പിന്നെ ലെക്ചർ ക്ലാസ്സസ് സ്റ്റാർട്ടാവും. ഒരു ബ്രേക്കിന് ശേഷമായിരിക്കും ഇതെല്ലാം സ്റ്റാർട്ടാവുന്നത്. ആ ഒരു ബ്രേക്കാണ് ഇവിടെ കാണുന്നത്. ആ സമയം റീൽസ് കാണലും കഥ പറച്ചിലും പോസ്റ്റിങ്ങിൽ എന്തൊക്കെ നടന്നു അതൊക്കെ പറയും. അതിനുശേഷം ഞങ്ങൾ നേരെ സർജറി ഡിപ്പാർട്ട്മെൻറ്റിലോട്ടാണ് നടക്കുന്നത്. അവിടെയാണ് ഞങ്ങൾ സർജറി ക്ലാസ്. അങ്ങനെ സർജറി ക്ലാസ്സൊക്കെ കഴിഞ്ഞ ശേഷം ഹോസ്റ്റലിലേക്ക് നടന്നു. ഹോസ്റ്റലിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു വന്ന് ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേനും ലൈബ്രറിയിൽ വന്ന് അന്നേരത്തേനും ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തു പോയി. പിന്നെ കോളേജിൻ്റെ പുറത്തിറങ്ങി. ഇതാണ് ബെസ്റ്റ് വ്യൂ ഓഫ് ദ കോളേജ് എന്ന് പറയാം. ഈ വ്യൂ വേറെ എവിടെയും കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വേറെ കോളേജിൽ പഠിച്ചിട്ടില്ല. പിന്നെ എനിക്ക് അവിടുത്തെ വ്യൂ കാണാൻ പറ്റില്ലല്ലോ. പിന്നെ അതിനുശേഷം റൂമിൽ വന്ന് ഒരു കോഫി ഇടാമെന്ന് വിചാരിച്ച് ഒരു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ മിക്സ് ചെയ്ത് അങ്ങനെ ഒരു കോഫി ഉണ്ടാക്കി. കണ്ടോ, കോഫി റെഡിയായി. യൂഷ്വലി മെസ്സിൽ പോയിട്ടാണ് കോഫിയൊക്കെ കുടിക്കാറ്. പക്ഷേ ഇന്ന് പോയില്ല, കാരണം അവലും പഴമായിരുന്നു. പിന്നെ ഫ്രഷായി. അതിനുശേഷം കുറേ കഴിഞ്ഞ് രാത്രിയൊക്കെ ആയ ടൈമിൽ ഞങ്ങൾ രാത്രിത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി മെസ്സിലോട്ട് പോയി. ഇന്ന് പത്തിരിയും ചിക്കൻ കറിയായിരുന്നു. കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും ഞങ്ങൾക്ക് അധികം കഴിക്കാൻ പറ്റിയില്ല, കുറച്ച് ഹാർഡായിരുന്നു പത്തിരി. അതിനുശേഷം ഞങ്ങൾ റൂമിൽ വന്ന് പിറ്റേ ദിവസത്തേക്കുള്ള അസൈൻമെൻറ്റ്, ഇമ്പോസിഷൻ, കുറേ വർക്ക് ഉണ്ടാവില്ലേ, അതൊക്കെ ഇരുന്ന് ചെയ്തു. പിന്നെ വീട്ടിൽ വിളിച്ചു. ഇതാണ് മെയിൻ പരിപാടി. വന്ന് ആ ദിവസം നടന്ന എല്ലാ കഥകളും പറയാം, അത് കേട്ടിരിക്കുക, ഇതൊക്കെ തന്നെ. ആസ് ടൈം പാസസ് എല്ലാവരും കിടക്കാൻ തുടങ്ങി, ഓരോരുത്തർ. അങ്ങനെ ഞാനും കിടന്നു.